എല്ലാവർക്കും നമസ്കാരം. അപ്പോ ഇന്ന് ഞങ്ങളുടെ ലൈഫില് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണ്. അപ്പൊ എന്തായാലും വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം. സോ എല്ലാവർക്കും സിയ പെറ്റൽസിലേക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, പിന്നെ സപ്പോർട്ട് ചെയ്യണം, മറക്കാതെ ചെയ്യണം. പറ എല്ലാവർക്കും ഒരു കൊടുത്തേ. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബേക്കുട്ടിയുടെ ലൈഫില് സ്കൂൾ ലൈഫ് അല്ലെങ്കിൽ എന്താ പറയാ, ഇന്ന് അവളുടെ ഫസ്റ്റ് അംഗനവാടി ഡേ ആണ്. സോ അംഗനവാടിയിലോട്ട് ഇന്ന് പോവാണ്. ബേക്കുട്ടി ഇന്ന് പ്രവേശനോത്സവമാണ്. പോവാം, പോവാന്ന്. ഹലോ, അംഗനവാടി ഇരിക്കാൻ പോയാലേ ടീച്ചറിന്റെ കൂടെ ടീച്ചറിന്റെ കൂടെ ഇരിക്കോ അംഗനവാടിയിലെ നല്ല മോളായിട്ട്? ചേച്ചിനെ പോലെ ടീച്ചറാ. അപ്പൊ ടീച്ചറിന്റെ കൂടെ ഇരിക്കണം. അമ്മ കൊണ്ട് വിട്ടാല് കേട്ടോ. ഇനി എല്ലാരും അമ്മ വീട്ടിലോട്ട് വരും. നമ്മുടെ വീട്ടിലോട്ട് നീ അവിടെ നിൽക്കൂലേ? അവിടെ നിൽക്കണം അംഗനവാടിയിലേക്ക്. അവിടുന്ന് ടീച്ചർ പഠിപ്പിച്ചു തരും, ABCD പഠിപ്പിക്കും, ഞം തരും, എല്ലാം പഠിപ്പിച്ചൊക്കെ തരും ടീച്ചർ. ഒരുപാട് ഫ്രണ്ട്സും ഉണ്ടാവും കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ. അമ്മേനെ വേണം. അമ്മ വീട്ടിൽ വരും. അമ്മ രാവിലെ അംഗനവാടിയിൽ കൊണ്ടാക്കും 10 മണിയാകുമ്പോ. പിന്നെ 3 മണിയാകുമ്പോ അമ്മ വന്നിട്ട് കൂട്ടും. അങ്ങനെ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, പിന്നെ ശീലമായിക്കോന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. രാവിലെ എണീറ്റാല് പല്ല് തേക്കാനും അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഞാൻ ഇപ്പോഴേ അവളെ ശീലിപ്പിക്കുവാണ് കേട്ടോ. ഇപ്പോ എല്ലാം നല്ല ഇൻട്രസ്റ്റോട് കൂടിയും അവൾ ചെയ്യുന്നുണ്ട്. ഒറ്റയ്ക്ക് കുളിക്കാനും ടോയ്ലറ്റിൽ പോയാൽ വാഷ് ചെയ്യാനും ഒക്കെ അവൾ ചെയ്യും. പക്ഷേ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു വൃത്തി ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഒന്നുകൂടെ കഴുകി കൊടുക്കുന്നതാണ്. പക്ഷെ അവൾ തന്നെ ഒറ്റയ്ക്ക് ചെയ്യാറുണ്ട്. ഇപ്പോഴേ ഇതൊക്കെ ശീലിപ്പിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഏതായാലും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത്. ഗോതമ്പ് ദോശയിൽ നമ്മളെ തേങ്ങയും പഞ്ചസാരൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഇങ്ങനെ റോളാക്കിയിട്ട് ഞാൻ കൊടുക്കാറുണ്ട് ചില സമയങ്ങളിൽ. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ് കേട്ടോ ഇത്. ടേസ്റ്റിയാണ്, എളുപ്പപ്പണിയാണ്, പക്ഷേ സ്ഥിരമാക്കാൻ പറ്റാത്തതുമാണ് കേട്ടോ. രാവിലെ എണീക്കാൻ വൈകുന്ന ദിവസങ്ങളിലോ മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലോ ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു വിഭവമാണ്. പിന്നെ ഇതൊക്കെ സ്ഥിരം കഴിച്ചാൽ അതിന്റെ ഒരു ഇതങ്ങ് പോകുന്നേ. ഇതൊക്കെ എപ്പോഴെങ്കിലും നമുക്ക് കൊതിച്ചിരിക്കുന്ന സമയത്ത് കിട്ടാതെ കിട്ടുന്ന സമയത്തൊക്കെ ഇതിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കേട്ടോ. അടുത്തത് ഇനി ഇത് എങ്ങനെയെങ്കിലും അകത്തോട്ട് ആക്കുക എന്നുള്ള ഒരു ചടങ്ങാണ്. പക്ഷെ വലിയ ബുദ്ധിമുട്ടുണ്ടാവാറില്ല സാധാരണ ബേക്കുട്ടിയുടെ ഭക്ഷണത്തിന്റെ കാര്യത്തില്. കാരണം അവളെ എരിവും പൊളിവും എല്ലാം ഈ 6 മാസത്തിന് മുന്നേ തന്നെ അമ്മ കൊടുത്ത് ശീലാക്കിയതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ട് ഇതുവരെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല കേട്ടോ. അവൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് ചോദിച്ച് വാങ്ങിച്ച് കഴിക്കുന്ന പ്രവണതയാണ്. സോ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇന്നേ വരെ എനിക്ക് ശാഠ്യം പിടിക്കേണ്ടി വന്നിട്ടില്ല. അത് അങ്ങനെ കഴിക്കേ. വായിലിട്ടോ. അത് പെട്ടെന്ന് വിളിക്കേണ്ട പോണ്ടേ പെട്ടെന്ന്. ഇവിടെ പോണം പറ. അംഗനവാടി പോണ്ടേ? എന്നാ പെട്ടെന്ന് കഴിക്കേ. ഇറങ്ങാം, നമ്മള് ഇവിടെ കഴിച്ചിട്ട് പോവാം. ബേക്കുട്ടാ, എന്നിട്ട് മമ്മീനെ വിളിക്കേ. മമ്മീനെ പോയി വിളിച്ച നമ്മള് പോവാണ് പറ. നമ്മള് അംഗനവാടിയിലോട്ട് ഇറങ്ങാണ് പറ. ഓടിപ്പോ. കൊട്ടിക്ക് കഥവിനെ കൊട്ടിട്ട് വിളിച്ച് സുന്ദരിയായിട്ടുണ്ടല്ലോ. മമ്മി കുളിച്ചിട്ടേ അമ്പലത്തിലൊക്കെ പോകാൻ വേണ്ടിട്ട് തുടങ്ങുമായിരുന്നു.
നമ്മൾ അംഗനവാടി പോയിട്ട് വരാൻ പറ ബേക്കുട്ടാ. കേട്ടോ. അപ്പൊ താങ്ക് യു പറ. ഓൾ ദ ബെസ്റ്റ്. പഠിച്ച് നല്ല കുട്ടിയാവണം കേട്ടോ, ഡോക്ടർ ആവണം നമ്മൾ കേട്ടോ. അപ്പൊ അപ്പൊ ഓൾ ദ ബെസ്റ്റ്. അപ്പൊ നമുക്ക് പോയിട്ട് വാ, നിങ്ങൾ പോയിട്ട് വാ കേട്ടോ, മമ്മി വരാം കേട്ടോ. എവിടെ പോവാ? അംഗനവാടിയിൽ പോവാണ്. ബേക്കുട്ടിന്റെ ഔട്ട്ഫിറ്റ് ഇതാണ്. സുന്ദരിയുണ്ടല്ലോ. ഒരു പൊട്ട് വെക്കാം, ഒരു പൊട്ട് വെക്കാം. മമ്മിയോട് പറയട്ടെ. എന്നാലല്ലേ പൊട്ട് നേരെ വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ. ഘട്ടങ്ങളായിട്ടാണ് എല്ലാ കൊല്ലവും ആഘോഷിക്കുക. ഒന്ന് ജൂൺ മാസത്തിലും ഒന്ന് നവംബർ മാസത്തിലും നമ്മൾ ആഘോഷിക്കാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ജൂണിൽ ആഘോഷിക്കേണ്ടതാണ്. സ്കൂളിലൊക്കെ തിരക്കാവുമല്ലോ, അപ്പൊ അതിന്റെ മുന്നേയായിട്ട് നമ്മളതൊന്ന് ആഘോഷിക്കാനുള്ളതിലാണ്. മുൻപുള്ള കുട്ടികളെയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് പ്രവേശനോത്സവം സംഘടിപ്പിക്കാനാണ് നമ്മൾ സാധാരണ എല്ലാ കൊല്ലവും ശ്രമിക്കാറുള്ളത്. കോഴിയോ നായ എങ്ങനെയാ കറിയാ? ഇതില്ലേ, ഇത് നായയില്ല. നായനെ കാണണം നമുക്ക്. നായനെ കാണണം. നായ, ഇത് നായ എവിടെ? നായ എവിടെ? രാവിലെ, തിങ്കളാഴ്ച രാവിലെ പ്രാതൽ, അതായത് ബ്രേക്ക്ഫാസ്റ്റ് പറയുന്നത് പാലും കൊഴുക്കട്ടെ. അതില് 30 ഗ്രാം അരി, ചെറുപയറ്, തേങ്ങ, ശർക്കര, ഇതൊക്കെയാണ് നമ്മള് ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ വരുന്നത്. അത് കഴിഞ്ഞാൽ അന്ന് തിങ്കളാഴ്ച തന്നെ ഉച്ചയ്ക്ക് ചോറും ചെറുപയറും, പിന്നെ പച്ചക്കറി തോരൻ, അതായത് പച്ചക്കറി കറിയും ചെറുപയറിന്റെ ഉപ്പേരിയും ചോറും. അതിന് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അരി 60 ഗ്രാം ഒരു കുട്ടിക്ക്, ചെറുപയർ 20 ഗ്രാം, എണ്ണ അതിലേക്ക് 5 ഗ്രാം, പിന്നെ പച്ചക്കറി അല്ലെങ്കിൽ ഇലക്കറിയുടെ ഉപ്പേരി. അതങ്ങനെ ഇത് വെച്ചിട്ട് പിന്നുള്ളത് വൈകുന്നേരം ധാന്യപ്പരിപ്പിന്റെ പായസം. അതില് ഗോതമ്പിന്റെ നുറുക്ക്, അരി, ചെറുപയർ പരിപ്പ്, ശർക്കര, തേങ്ങ, ഇത്രയാണ് ഇതിൽ പെടുന്നത്. അന്നത്തെ വൈകുന്നേരത്തെ ഭക്ഷണം. ഓരോ ദിവസവും ഭക്ഷണം മാറിക്കൊണ്ടിരിക്കും. അതായത് ചൊവ്വാഴ്ച എന്ന് പറയുന്ന ന്യൂട്രി ലഡുവാണ്. അതൊക്കെ കഴിക്കുന്ന സാധനം കൊണ്ട് ടീച്ചർ ഇഷ്ടായോ? അമ്മ പോട്ടാ? അമ്മ പോട്ടാ?
ആ അതിപ്പോ വെച്ചേരും ടീച്ചർ, ഇപ്പൊ വെച്ചേരും. ഓരോരുത്തർ കയറിയാൽ മതിയേ, ഓരോരുത്തർ കയറിയാലേ ഇപ്പൊ വിൽക്കാൻ പറ്റുള്ളൂ. കണ്ടില്ലേ അവരെ പാറാടേന്റെ കൂടെ അമ്മ പോട്ടെ, ടാറ്റാ. അമ്മനെ ഇവിടെ നിർത്താനോ ടീച്ചറ്? സീന നിർത്തൂല. നാളെ മോള് ഇവിടെ വന്നിരുന്നാല് ടീച്ചർ പറയും ചെയ്യാനോട് ടാറ്റ പറയും. അതുകൊണ്ട് നിനക്ക് ഫ്രണ്ട്സ് ഉണ്ടല്ലോ ഇപ്പം. ഫ്രണ്ട്സ് ഉണ്ടല്ലോ, പുതിയ ഫ്രണ്ട്സ്. കൺമണി ഉണ്ടല്ലോ നിനക്ക്. കളിച്ചോ പോയി കളിച്ചോ. അമ്മ ഇവിടെ പോയി കളിച്ചോ. കളിച്ചോ. ഫ്രണ്ട് കൺമണി കളിച്ചോ. എവിടെ ഇവിടെ നിക്കാൻ പറ്റൂല. ഓക്കെ പാവാട പൊക്കെ. അമ്മ ഇവിടെ ഉണ്ട്. അമ്മ പാവാട എടുക്കുകയാണ്, റീൽസ് എടുക്കുകയാണ്. അതാണ് ഫോട്ടോ എടുക്കല്ലേ. അറിയില്ല, അതാണ് വെച്ചോ. അതൊക്കെ ഓരോരുത്തർ കഴിഞ്ഞിട്ട് പോയാ ഇവിടെ ഉണ്ടമ്മ. കുഴപ്പമില്ല. എന്തിനാ അങ്ങനെ കരഞ്ഞൂടാ? അയ്യേ, ഇത് നോക്ക്, കൺമണി ഉണ്ടോ ബലൂണ് തരുന്നത് കണ്ടോ? കൺമണിക്ക് ഉണ്ടോ? നല്ല ഫ്രണ്ടാവും കൺമണിയായിട്ട്. കൺമണിയുടെ ഫ്രണ്ട് അല്ലേ നീ? നല്ല ഫ്രണ്ട് അല്ലേ? ഇത് ഓടിപ്പോ, നമ്മുടെ കൺമണി വിളിക്കുന്നു നിന്നെ. കൺമണി വിളിക്കുന്നു, ഓടിപ്പോ. കൺമണിയുടെ അടുത്ത് പോന്ന ഓടിപ്പോ. കൺമണിയുടെ അടുത്ത് പോട്ടാ. നീ നോക്ക് ഓടിപ്പോ. കൺമണിയുടെ കൂടെ പോയി കളിക്കാം, ഓടിപ്പോ. എന്താ വീട്ടാ? എന്താ ഇവിടെ നിൽക്കാൻ പറ്റൂല അങ്ങനെ. ഇത് കുട്ടികൾ നിൽക്കുന്ന സ്ഥലാ കേട്ടോ. നീക്കൂട്ടാ എന്താ അംഗനവാടി നിൽക്കൂലേ? എന്താ? അയ്യോ, അംഗനവാടിയിൽ നിൽക്കണം. ആ ഇല്ല. ഓക്കെ എടുക്ക. നിക്ക്. കരയണ്ട. എടുക്കാട്ടോ. ബാഗ് അമ്മ പിടിക്കാം. ഇതെവിടെ അവിടെ പോയിരുന്നു? അമ്മ പോണില്ല. എവിട്ടാ? ടാറ്റ പറ. കൺമണിക്ക് ടാറ്റ പറ. കൺമണി ടാറ്റ പറ. ടീച്ചർക്ക് വരുമ്പോ കൂടെ. അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തോണ്ട് ബേക്കുട്ടി വീട്ടിലെത്തി അല്ലേ? അംഗനവാടി പോയി. ഫ്രണ്ട്സിനെ കിട്ടിയോ? ഫ്രണ്ട്സിന്റെ പേരെന്താ? അമ്മു. ഏതമ്മു? ടീച്ചറിന്റെ പേരെന്തായിരുന്നു? അല്ലല്ലോ, ടീച്ചറിന്റെ പേരെന്തായിരുന്നു? ഇന്ന് പ്രൊഫഷണൽ തീറ്റ. ഓക്കെ,
പ്രവേശനോത്സവം ആയതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാൻ പറ്റില്ല. നമ്മൾ വീടിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു അംഗനവാടിയിലാട്ടോ ഇവിടെ ആക്കിയത്. ഇവിടെ വേറൊരു അംഗനവാടിയിലും കൂടി നമ്മൾ അന്വേഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അറിയാലോ, നമ്മള് ജോലിയുടെ ഭാഗമായിട്ടും അതുപോലെ തന്നെ നമ്മൾ എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ പ്രമാണിച്ച് നമുക്ക് ദൂരമൊക്കെ കൊണ്ടാക്കി കഴിഞ്ഞാൽ കറക്റ്റ് സമയങ്ങളിൽ അവളെ പോയി പിക്ക് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓടിച്ചെല്ലാനോ ഒന്നും വേറെ ആരും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ തൊട്ടടുത്തുള്ള ഒരു അംഗനവാടിയാണ്. അംഗനവാടി എന്ന് പറയാൻ ഭയങ്കര ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ചെറിയൊരു ഇതാണ്. നമുക്ക് എന്താ പറയുക, ഒരു കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയറിലുള്ള ഒരു സ്ഥാപനമൊന്നും അല്ല. പക്ഷേ എന്നാലും നമ്മൾ അവിടുത്തെ ടീച്ചറിൻ്റെ സ്വഭാവം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക്. കാരണം നല്ല ടീച്ചർ, കുട്ടികളെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. അവിടുത്തെ ആയാലും നല്ല രണ്ടുപേരും അടിപൊളിയാണ്. സോ എന്തായാലും ബാക്കി അംഗനവാടിയിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം അല്ലേ? കുട്ടിക്ക് ഇഷ്ടപ്പെട്ടോ അംഗനവാടി? ഇഷ്ടപ്പെട്ടായിരുന്നോ? ടീച്ചർ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ലേ? ഇനിയൊന്നും പോണം അംഗനവാടിയിലേട്ടോ രാവിലെ. അങ്ങനെ പറഞ്ഞൂടാ, അംഗനവാടിയിൽ പോണം കേട്ടോ. കേട്ടണോ? അംഗനവാടിയിൽ പോണം കേട്ടോ എന്നും. അയ്യോ പോട്ടെ അംഗനവാടി പോകാൻ പറഞ്ഞേന്. അയ്യോ ഗൈസ്, അപ്പൊ ഇനി തൊട്ട് എന്നും ഞങ്ങൾ രാവിലെ ഇവിടെ യുദ്ധങ്ങളായിരിക്കും തോന്നുന്നുണ്ട്. മറ്റേ ഒരു റീൽസ് കണ്ടില്ലായിരുന്നോ? അതുപോലെ ആയിരിക്കും അവസ്ഥ. പിടിച്ചു വലിച്ച് മമ്മി കാലും ഞാൻ കൈയൊക്കെ തൂക്കി കാലും മമ്മിയും കൈയും ഞാനൊക്കെ തൂക്കി പിടിച്ചോണ്ട് പോയി കൊണ്ടുവരേണ്ടി വരും. അങ്ങനത്തെ അവസ്ഥയാവുമോ എന്തോ അറിയത്തില്ല. ഇന്ന് പോയപ്പോഴും ഭയങ്കര കരച്ചിലായിരുന്നു, നിങ്ങൾ വീഡിയോയിൽ കാണും. അപ്പോൾ അങ്ങനെ ഞാൻ നേരത്തെ കൂട്ടിയിട്ട് പോന്നതാ. ഞാൻ നേരത്തെ ഇങ്ങോട്ട് കൂട്ടി പോകുന്നതാണ്. അവിടെ കരഞ്ഞുകൊണ്ട് ഫസ്റ്റ് ദിവസമല്ലേ, നാളെ തൊട്ട് ഇങ്ങനെ കുറച്ച് ദിവസം ഉണ്ടാവുമായിരിക്കും സ്റ്റാർട്ടിംഗ് ട്രിപ്പിൽ. പിന്നെ ഇഷ്ടപ്പെട്ട് വരും. അടുത്ത അംഗനവാടിയുടെ ബാക്കി ഡീറ്റെയിൽസും കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വഴി വ്ളോഗുകളിലൂടെ നമുക്ക് കാണാം. സോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വ്ളോഗ് അത്രയേ ഉള്ളൂ. ബേബുട്ടി അങ്ങനെ അയ്യോ കണ്ണൊക്കെ നിറഞ്ഞിരിക്കണം എൻ്റെ പൊന്നിൻ്റെ. അപ്പോ പോട്ടെ, അംഗനവാടി പോണ്ട പോണ്ട കേട്ടോ. ശരിയയ്യേ, അംഗനവാടി പോവാൻ കരയിനെ കുറിച്ച്. നിങ്ങളൊന്നല്ലല്ലോ പറഞ്ഞത് സ്കൂളിൽ പോകണം അംഗനവാടി പോകണമെന്ന് ഭയങ്കര കാര്യമല്ലോ. ഇതെന്തൊക്കെ നിനക്ക് കാണാൻ പറ്റൂല, സാരില്ല പോട്ടെ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അപ്പൊ ബീബുട്ടാ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം പറ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ലൈക്ക് ഷെയർ കമന്റ് ആൻഡ് സപ്പോർട്ട്. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ഒരു കൊടുത്തേ എന്റെ കൊച്ചു കാര്യം കള്ളി.